ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. നോമിനേഷൻസ് ആണ് നടന്നത്. കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുള്ള 7 പേരുടെ കൂടെ അനിമോളും ജിസയിലും വരുന്ന ആഴ്ച നോമിനേഷൻ ഉണ്ടാവും. പിന്നെ ഇന്ന് വന്നിട്ടുള്ള 5 പേരെയും നെവിനെയും അല്ലാതെ ആരെ വേണമെങ്കിലും 6 വേണമെങ്കിലും പേരുകൾ പറയാമെന്ന് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞു. രേണു നോമിനേറ്റ് ചെയ്തത് അക്ബർ, റെന എന്നിവരെയാണ്. ഒരേ റീസൺ ആയിരുന്നു രണ്ടുപേർക്കും പറഞ്ഞത്. അനിമോളുടെ പുറകെ പാട്ടും പാടി ടാർഗറ്റ് ചെയ്യുന്നു എന്ന റീസൺ ആണ് രേണു പറഞ്ഞത്. അനീഷ് നോമിനേറ്റ് ചെയ്തത് ശരത്ത്. ശൈത്യ അനിമോളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊരു റീസണും പിന്നെ ആക്റ്റീവ് അല്ല, ആ രീതിയിൽ ഒരു ഗെയിമാണ് കളിക്കുന്നതെന്ന് അനീഷ് എടുത്തു പറഞ്ഞു. ശരത്തിനെ പറയാൻ കാരണം ക്യാപ്റ്റൻ ആയിട്ടിരുന്നിട്ടും പല കാര്യങ്ങളും ഇടപെട്ടില്ല, സ്വന്തം ഗ്രൂപ്പിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി എന്നൊരു റീസൺ ശരത്ത്. അനീഷ് നോമിനേറ്റ് ചെയ്ത 2 പേര് ശരത്ത്. ശൈത്യ നോമിനേറ്റ് ചെയ്ത 2 പേരും ശരത്തിനെ ഈ ഒരു സെയിം റീസൺ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദിലേനെ എന്തോ ഒരു തെറി ഇന്നലെ വിളിച്ചു എന്നാണ് ശൈത്യ പറയുന്നത്. അതേപോലെ അക്ബറിനെ ശൈത്യ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പരിധി വിട്ട് കുറെ പാട്ടുകൾ പാടുകയും വളരെ മോശമായ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അക്ബറിനെ ശൈത്യ നോമിനേറ്റ് ചെയ്തത്. ബിന്നി നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ് കേട്ടോ. മികച്ചൊരു ഗെയിം സ്ട്രാറ്റജിയായിട്ട് വന്നൊരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ടാസ്കിൽ അനീഷ് മോശം പ്രകടനം കാഴ്ചവെച്ചു എന്നും അതേപോലെ തന്നെ ലൗഡായിട്ട് കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുവെന്നും അങ്ങനെയൊക്കെയാണ് ബിന്നി പറയുന്നത്. ഷാനവാസിനെ ബിന്നി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളെപ്പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ അഭിപ്രായങ്ങൾ പറയുന്നു, കളിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഷാനവാസിനെ പറ്റി ബിന്നി പറഞ്ഞത്. ഒനിയിൽ നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയാണ്. ഇന്നലെ ആ ഒരു പ്രശ്നം നടന്നപ്പോൾ ഒരു വൃത്തികെട്ട തെറി ശരത്ത് പറഞ്ഞുവെന്ന് ഒനിയിലും പറയുന്നുണ്ട്. ആദിലേനെയാണ് ശരത്ത് ആ ഒരു തെറി വിളിച്ചതെന്ന് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ആദിലേനെ ഒരു തെറി വിളിച്ച കേസ് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു ഇന്നത്തെ നോമിനേഷനിൽ. ശരത്ത് അതിന് സോറി പറയുന്നതായിട്ട് കണ്ടിരുന്നു, അത് ഒനിയിൽ പറയുന്നുണ്ട്. അതിലൂടെ സോറി പറയാതെ ലിവിംഗ് റൂമിന് മുന്നിൽ പ്രഹസനം കാണിച്ചു എന്നാണ് ഒനിയിൽ പറയുന്നത്. ഏറ്റവും വീക്കസ്റ്റ് കണ്ടസ്റ്റന്റ്, ഏറ്റവും വീക്കസ്റ്റ് ക്യാപ്റ്റൻ, മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല, തെറി പറയുന്നില്ല, ഇവിടെ തുടരുന്നതിൽ ഒരു അർത്ഥമില്ല, ആർട്ടിസ്റ്റ് എന്ന നിലയിൽ റെപ്യൂട്ടേഷൻ തകർക്കുന്നു എന്നൊക്കെ ഒനിയിൽ പറയുന്നുണ്ട്. പിന്നെ റെനയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒനിയിൽ. അത് ആസ് യൂഷ്വൽ കുത്തിയിരുന്നാണ് ഒനിയിലെ റീസൺസ് ഉണ്ടാക്കി നോമിനേറ്റ് ചെയ്യുന്നത്. ഇത് എഡ്യൂക്കേഷന്റെ കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അക്ബറിന്റെ പാവയാണ് എന്ന് ഒനിയിൽ പറയുന്നുണ്ട്. ശരത്ത് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അനീഷ് സംസാരിക്കുന്ന കാര്യങ്ങളിലെ വ്യക്തതയില്ല എന്നും ടാസ്കിൽ മടി കാണിച്ച് മാറി നിൽക്കുന്നതെന്നും ഇവിടെയുള്ളവരാരും പുള്ളിയോട് പ്രതികരിക്കുന്ന പരിപാടി നിർത്തിയെന്നും ഒക്കെയാണ് ശരത്ത് പറയുന്നത്. ശരത്ത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അക്ബറുമായിട്ടുള്ള പ്രശ്നത്തിൽ അടിക്കുമെന്ന് തന്നെയാണ് ഓർത്തതെന്നും ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നില്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. 2 പേരെയും ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നൊരു കാര്യം ശരത്ത് പറഞ്ഞായിരുന്നു. ശരത്തിനെ പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട് കേട്ടോ. ആദില നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയാണ്. ഫേവറിസം എന്നൊരു റീസൺ ആണ് ആദില പറയുന്നത്. എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് ആദില പറയുന്നുണ്ട്. പിന്നെ ആദിലെ ഇന്നലെ വൃത്തികെട്ട ഒരു തെറി വിളിച്ച റീസണും ആദിലയെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ റെന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിസം, ഡബിൾ മീനിങ്, ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, എന്തൊക്കെ റീസൺസ് അല്ലേ. ഈ റീസൺസ് കൊണ്ട് റെനയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആദില. നൂറ നോമിനേറ്റ് ചെയ്തതും ഈ സെയിം റീസൺസ് പറഞ്ഞ് ശരത്തിനെയും റെനേനെയും തന്നെയാണ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. ടാസ്കിലെ മോശം പ്രകടനം, തെറ്റിദ്ധരിപ്പിക്കൽ, ഉറക്കം. ഷാനവാസ് കഴിഞ്ഞ ദിവസം അനിമോളുമായിട്ടുള്ള പ്രശ്നത്തിൽ അനിമോൾ ഷൂ എറിഞ്ഞപ്പോൾ ആങ്ങളെ കളിച്ചു, ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്തു. ഇന്ന് തന്നെ സെവൻസ് ഫുട്ബോളിലോ കാണുന്ന പോലുള്ള മറ്റേ എൽബോ കുത്തൊക്കെ വെച്ചിട്ട് എന്നെ കുത്തി എന്ന് അക്ബർ പറയുന്നുണ്ട്. ഇവര് ഗ്രൂപ്പ് നോമിനേഷൻസ് ആണ് കേട്ടോ. ഈ 3 പേരും ആര്യൻ, അക്ബർ, ശരത്ത്. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് ശൈത്യേനെയാണ്. ഒന്നിലും അത്ര ഇൻവോൾവ് ആവുന്നില്ല എന്നൊരു റീസൺ പറഞ്ഞു. പിന്നെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിസം എന്നൊരു റീസൺ പറയുന്നുണ്ട്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. കൺവിൻസിങ് സ്ട്രാറ്റജി, ഒന്നും ചെയ്തില്ലെങ്കിലും ചെയ്താലും ചെയ്തു എന്നാണ് പറയുന്നത്, ഹ്യൂമാനിറ്റി കാണിക്കുന്നില്ല, ഞാനാണ് ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഷാനവാസിന് അറിയില്ല. പിന്നെ പേഴ്സണൽ വാഴയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മേഡപ്പ് റീസൺസ് ആര്യം പറയുന്നുണ്ട്. ഗ്രൂപ്പ് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടതാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയാണ്. ഗ്രൂപ്പിസം കളിച്ചു എന്ന് വൺ സൈഡ് നിന്ന് ശരത്ത് പ്രവർത്തിച്ചുവെന്നും പിന്നെ ആദിലെ ആ ഒരു തെറി വിളിച്ച റീസണും ഷാനവാസ് പറയുന്നുണ്ട്. അക്ബറിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത ആ പെണ്ണിന്റെ പുറകെ നടന്ന് അവളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ദ്രോഹിക്കുന്നത് കൊണ്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അനിമോൾ നോമിനേറ്റ് ചെയ്തത് അക്ബർ, റെന എന്നിവരെയാണ്. ഒരേ റീസൺസ് ആണ് പറയുന്നത്. പക്ഷെ മനസ്സിൽ തട്ടി അനിമോൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇവിടെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, മെന്റലി എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം. അത് ഗെയിമിന്റെ ഭാഗമായിട്ടൊന്നുമല്ല, അനിമോള് റിയൽ ആയിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ്. പിന്നെ അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും റെനേനെയാണ്. ഫേവറിസം, ഗ്രൂപ്പിസം ഇതൊക്കെ തന്നെയാണ് റീസൺസ് കേട്ടോ. ബ്രദർ സിസ്റ്റർ ഗാങ് എന്നൊക്കെ പറയുന്നുണ്ട് അഭിലാഷ്. റെന നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയാണ് കേട്ടോ. വേറൊന്നുമല്ല, ആദിലെ ബാഡ് വേർഡ് പറഞ്ഞ ആ ഒരു കേസ് തന്നെയാണ്. ഹീസ് എ ഗുഡ് പ്ലെയർ എന്ന് റെന പറയുന്നുണ്ട്.
ഇത് കഴിഞ്ഞ് ശൈത്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമസി, സേഫ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശൈത്യനെ നോമിനേറ്റ് ചെയ്യുന്നത്. പ്രവീൺ നോമിനേറ്റ് ചെയ്തത് ശൈത്യ, റെന ഫാത്തിമ എന്നിവരെയാണ്. ജിസേൽ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. ബോറിംഗ് ഗെയിം സ്ട്രാറ്റജിയാണ്, അവന്റെ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നില്ല ഒക്കെയാണ് ജിസേൽ പറയുന്നത്. പിന്നെ ശൈത്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. വീക്ക് പ്ലെയർ ആണ് എന്ന് ജിസേൽ പറയുന്നുണ്ട്. ജിസേൽ നോമിനേറ്റ് ചെയ്തത്, ജിഷിൻ നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയാണ്. വാ തുറന്ന് സംസാരിക്കുന്നില്ല, വേറെ ഏതോ ലോകത്തിരിക്കുന്നു എന്നൊക്കെയാണ് ജിഷിൻ പറയുന്നത്. അനീഷിനെയും ജിഷിൻ പറയുന്നുണ്ട്. ആദ്യത്തെ ആ ഒരു ബ്ലാസ്റ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല, ആദ്യത്തെ ശൗര്യമൊക്കെ അങ്ങ് ചോർന്നു പോയി, കണ്ടന്റ് തീർന്നു. ഇതൊക്കെ കൊണ്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ജിഷിൻ. ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയാണ്. ഗെയിമിൽ ആക്റ്റീവ് അല്ല എന്നൊരു റീസണും. പിന്നെ ഷാനവാസിനെ ലക്ഷ്മി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിസമാണ് റീസൺ. മസ്താനി നോമിനേറ്റ് ചെയ്തതും ഷാനവാസിനെയാണ്. ഈ ഹൗസിലുള്ള ഗ്രൂപ്പുകളെ പൊളിക്കണം എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് തുടങ്ങിയ ഒരാളാണ്. പിന്നെ എന്നിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ പെട്ടുപോയി നിൽക്കുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നോമിനേറ്റ് ചെയ്യരുത് എന്ന് ചിലരോട് പറഞ്ഞത് കൊണ്ട് ശരത്തിന്റെ പേര് മസ്താനി പറഞ്ഞു. നെവിൻ നോമിനേറ്റ് ചെയ്തതും ഷാനവാസിനെയാണ്. ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന വേർഡ്സ്, ഗെയിമിന് മുകളിലുള്ള ഗ്രഡ്ജ്, ഇതൊക്കെ കാരണം ഷാനവാസ്. പിന്നെ ശരത്തിനെ നെവിൻ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഡബിൾ വർത്താനം നെവിനോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. പുറത്തേക്ക് പോകണം എന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ മറ്റേ വർത്താനം ശരത്ത് പറഞ്ഞതായിട്ട് നെവിൻ പറയുന്നുണ്ട്. ഫൈനലി 5th വീക്കിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് മൊത്തം 15 പേരാണ്. എவ்வளോ? 15 പേര്. 9 വോട്ടുകളോടെ ശരത്, 7 വോട്ടുകളോടെ ശൈത്യ, ഷാനവാസ്, 6 വോട്ടുകളോടെ അനീഷ്, അക്ബർ, 5 വോട്ടുകളോടെ റെന. കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിന്റെ കൂടെ അനുമോള്, ജിസേൽ, അനീഷ്, ശരത്ത്, അക്ബർ, ഷാനവാസ്, റെന ഇവരും കൂടി ആഡ് ആയിട്ടുണ്ട്. 15 പേരുടെ ഒരു നോമിനേഷൻ ലിസ്റ്റ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള 2 പേര് ഈ ആഴ്ച പുറത്താവും. അതെന്തായാലും പുറത്താവും, അത് അങ്ങനെയേ വരത്തുള്ളൂ. പിന്നെ ക്യാപ്റ്റനും 5 വൈൽഡ് കാർഡുകൾ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. അങ്ങനെയുള്ള ഉറപ്പായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള 2 പേര് തന്നെയാണ് ഈ ആഴ്ച പുറത്താവാനായിട്ടിരിക്കുന്നത്. ലാലേട്ടന്റെ വക 2 നോമിനേഷൻസും ഉണ്ടായിരുന്നു. അപ്പോ ഇതാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ. 15 പേരുടെ ഒരു നോമിനേഷൻ ലിസ്റ്റ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.